ഓങ്കോളജിസ്റ്റാണ്. ചീഫ് ഓങ്കോളജിസ്റ്റാണ് അദ്ദേഹം, ഡോക്ടർ KV ഗംഗാധരൻ. അർബുദ രോഗവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കാണ് ഇന്ന് അദ്ദേഹം നമ്മളോട് മറുപടി പറയുന്നത്. സ്വാഗതം സർ. ആദ്യം തന്നെ അർബുദ ചികിത്സ ഇപ്പോഴും ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു മേഖല തന്നെയാണ്. രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആളുടെ പകുതി ജീവൻ പോകുന്ന ഒരവസ്ഥ. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെ രോഗം നേരത്തെ നിർണ്ണയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. എത്രത്തോളം സാധ്യതകളുണ്ട് അതിന്? അർബുദം ഇന്ന് സമൂഹത്തിൽ സർവ്വസാധാരണമാണ്. ആർക്കും എപ്പോഴും ഏത് വീട്ടിലും വരാവുന്നൊരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി മനസ്സിലാക്കുക, നേരത്തെ കണ്ടുപിടിക്കേണ്ട മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ് അറിയുക, കൂടുതൽ പഠിക്കുക, കൂടുതൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. ഇതെല്ലാം ചെയ്താൽ അർബുദ രോഗത്തെ പലപ്പോഴും നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. അർബുദ രോഗം പല ടൈപ്പാണ്, പല ഡിഫറെൻറ്റ് ടൈപ്പാണ്. ദേഹത്തിൻ്റെ ഏത് ഭാഗത്തും വരുന്നതാണ്. പക്ഷേ ചില ക്യാൻസറുകളായ സ്തനാർബുദം, ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൗത്തിലുണ്ടാകുന്ന ക്യാൻസേഴ്സ്, ഗർഭാശയമുള്ള ക്യാൻസറുകൾ, വൻകുടലിലെ ക്യാൻസറുകൾ, ഇത്രയും ക്യാൻസറുകളെ വളരെ കെയർഫുള്ളായി ഫോളോ അപ്പ് ചെയ്താൽ ഇത്രയും 4 ക്യാൻസറുകൾ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. സിമ്പിൾ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ സ്തനാർബുദം തന്നെ എടുക്കാം. ബ്രസ്റ്റ് ക്യാൻസർ പലപ്പോഴും തന്നെ പറയുമ്പോൾ മിസ്സാവുന്ന കാര്യമാണ്. പലപ്പോഴും ഏറ്റവും കൂടുതൽ മിസ്സായിട്ട് കാണുന്നതും അഡ്വാൻസ് സ്റ്റേജിൽ വരുന്നതായ ഒരു അസുഖമായി മാറിയിട്ടുണ്ട്. അത് പലപ്പോഴും പല മിഥ്യാധാരണകളുടെ ഭാഗമായാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും കാണുന്നത് വെച്ചാൽ സ്തനത്തിൽ ചില കല്ലിപ്പ് കാണുന്നു, ചില തടിപ്പ് കാണുന്നു, തൊലിപ്പുറത്ത് മാറ്റങ്ങൾ കാണുന്നു. പല സ്ത്രീകളും അതൊരു ക്യാൻസറായിട്ട് തോന്നില്ല അവർക്ക്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് വേദനയില്ലാത്ത മുഴകളായിരിക്കും, പെയിൻലെസ് ലംബായിരിക്കും, ചെറിയ മുഴയായിരിക്കും. പല രോഗികളും പറയുന്ന വാക്കാണ്, ഡോക്ടറെ അതിന് വേദനയില്ലായിരുന്നു, അത് ചെറിയ മുഴയായിരുന്നു, അതുകൊണ്ട് ഡോക്ടറെ കാണിച്ചില്ല. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. തുടക്കത്തിലുണ്ടാകുന്ന മുഴകൾക്ക് പലപ്പോഴും വേദനയുണ്ടാവില്ല, ചെറിയ മുഴയായിരിക്കും. ആ സമയത്താണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന എല്ലാ സ്ത്രീകളോടും പറയുന്നൊരു കാര്യമാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, സ്വയം സ്തന പരിശോധന. എല്ലാ സ്ത്രീകളും 25 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും എല്ലാ മാസത്തിലും ചെയ്തിരിക്കണം. അത് വളരെ സിമ്പിൾ ടൂളാണ്. അതുവഴി നമുക്ക് ഒരു പരിധിവരെ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് 40 വയസ്സ് കഴിഞ്ഞാൽ മാമോഗ്രാഫി ടെസ്റ്റ് ചെയ്തിട്ടും എല്ലാ കൊല്ലവും ഇയർലി വൺസ് മാമോഗ്രാഫി ടെസ്റ്റ് ചെയ്താലും സ്തനാർബുദം നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. സത്യം പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അലേർട്ടാവുക, അറിയുക, മനസ്സിലാക്കിയെടുക്കുക. ഇത്രയും ചെയ്താൽ തന്നെ പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും. ഈ അലേർട്ടാവുക എന്ന് പറയുമ്പോൾ ഇതൊരു ഡോക്ടർമാർ ഉദ്ദേശിക്കുന്നത് എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചിട്ടൊരു ബോധം ഉണ്ടാവണം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ നേരെ തിരിച്ച് സംഭവിക്കുന്നുണ്ട്. വളരെ ആശങ്ക കൂടുന്നൊരവസ്ഥയാണ് വരുന്നത്. ആശങ്ക കൂടിയ അവസ്ഥയെക്കാളും കൂടുതൽ ഞാനെന്ത് പറയുന്ന ഒരു ഓങ്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളായതുകൊണ്ട് പലപ്പോഴും വരുമ്പോൾ മിഥ്യാധാരണകളാണ് കൂടുതലുള്ളത്. നമ്മൾ കണ്ടുവരുന്ന പല രോഗികളും എളിച്ചയിൽ എത്തിപ്പെടുന്നില്ല. പല കാരണങ്ങളും പറഞ്ഞവർ മാറ്റിവെക്കുക ചെയ്യാറ്. അപ്പോൾ അവർ പലപ്പോഴും സ്ത്രീകളും സ്തനത്തിലെ മുഴ കാണുന്നുണ്ട്, മുഴ കണ്ടിട്ടും വരുന്നില്ല, ഡോക്ടറെ അടുത്ത് വരുന്നില്ല. അതിന് ഒരു കാരണമായുള്ളത് അത് ക്യാൻസറായി പോകുമോ, ക്യാൻസറായി മാറുമോ, ചികിത്സയില്ലാത്ത ഒരു അസുഖമാണോ എന്ന പേടി അതിലുണ്ട്. അതൊരു മിഥ്യാധാരണയാണ്. അതേപോലെ തന്നെയാണ് വേദനയില്ലാത്ത മുഴ ക്യാൻസർ ആവില്ല എന്ന ധാരണ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സ്തനാർബുദം നേരത്തെ കണ്ടെത്തുന്നതിനെ കുറിച്ചിട്ടാണ്. ഈ ഡോക്ടർ തന്നെ നേരത്തെ പറഞ്ഞു ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഏത് തരത്തിലും ക്യാൻസർ സെല്ലുകൾ വളരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് എന്തെല്ലാം സിംറ്റംസ് ആയിട്ട് പറയാൻ പറ്റും? ഓരോ ക്യാൻസറിനും ഓരോ തരം ലക്ഷണങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ പല വാരി ചെയ്യും. ഇപ്പോൾ ശ്വാസകോശ അർബുദമാണെങ്കിൽ പലപ്പോഴും കൂടുതൽ കാണുന്നത് ക്രോണിക് സ്മോക്കേഴ്സിലാണ്. 50 വയസ്സ് കഴിഞ്ഞ് 60-55 വയസ്സാകുമ്പോൾ തുടർച്ചയായി ചുമ വരിക, ആ ചുമയിൽ രക്തം കാണുക. ഇതൊരു പല കാരണങ്ങളും വരാം. പക്ഷേ വൺ ഓഫ് ദ റീസൺ ഈസ് ലങ് ക്യാൻസറാണ്. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഈ ലക്ഷണങ്ങൾ കാണുക, മാറുന്നില്ല, 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞിട്ടും ലക്ഷണങ്ങൾ മാറുന്നില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ഏറ്റവും അടുത്ത ഡോക്ടറെ തന്നെ കാണിച്ച് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടുതൽ ഡിസ്കസ് ചെയ്യുക. ആവശ്യമായി പറഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ പറയും ചിലപ്പോൾ ബ്രോങ്കോസ്കോപ്പി വേണം, കൊളോണോസ്കോപ്പി വേണം, അപ്പർ ജി എൻഡോസ്കോപ്പി വേണം, അങ്ങനെ പല കാരണം ഡോക്ടർ പറയും. ഇപ്പോൾ ഡോക്ടർക്ക് അത് കണ്ടുപിടിക്കാതെ മാർഗ്ഗമുള്ളൂ. ഇപ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസിനുള്ള ക്യാൻസറുകൾ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം അത്രയേ പറ്റുള്ളൂ. ക്യാൻസർ എന്ന അസുഖം കോശങ്ങൾ ഉണ്ടാകുന്ന ജനിതക മാറ്റങ്ങളാണ്. ഇപ്പോൾ ജനിതക മാറ്റങ്ങൾ അറിയണമെങ്കിൽ കോശങ്ങളെ എടുത്ത് ടെസ്റ്റിന് അയക്കണം.
അതുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരുന്നത്. ലക്ഷണങ്ങളായി കാണുന്നത് ഇപ്പോൾ വൻകുടലിലെ ക്യാൻസർ എന്താ സംഭവിക്കുന്നത്? രോഗി പറയും വയറ് സ്തംഭിക്കുന്നു, ബവലാവിറ്റ്സ് മാറുന്നു, ഇടയ്ക്ക് മോശം പോവാതെ വരുന്നു, ഇടയ്ക്ക് മലം കൂടുതൽ പോകുന്നു, അല്ലെങ്കിൽ എന്താ വരുന്നത്, മലം കറുത്ത നിറത്തിൽ പോകുന്നു. ഇതാണ് വൻകുടലിലെ ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ പലപ്പോഴും പല കാരണങ്ങളും സംഭവിക്കാം. ഒരു കാരണം ക്യാൻസറാണ് എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് രോഗിയുടെ നമ്മളെന്താ ചെയ്യുന്നത് അവരോട് സംസാരിച്ച് കഴിഞ്ഞ് പലപ്പോഴും കൊളോണോസ്കോപ്പി എടുക്കണമെന്ന് പറയും. ചില ആൾക്കാർ കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞാൽ തന്നെ പേടിച്ചിട്ട് വരില്ല. പലപ്പോഴും പല രോഗികളും കാണിക്കാൻ വരില്ല. ബിക്കോസ് അവർക്ക് ആ എക്സാമിൻ വരുമ്പോൾ ഉണ്ടാകുന്ന പേടികളും പലപ്പോഴും കൊളോണോസ്കോപ്പി എക്സാമിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ച് കാണിക്കാനേ വരില്ല. അവർ പറയും ഡോക്ടറെ എനിക്ക് പണ്ടും പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. പലപ്പോഴും അങ്ങനെ മിഥ്യാധാരണ ഭാഗമായിട്ട് ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കില്ല. ഈ അസുഖം ഡിറ്റക്ട് ചെയ്യാൻ വൈകുന്നത് ട്രീറ്റ്മെൻറ്റിന് വലിയ തോതിൽ ട്രീറ്റ്മെൻറ്റും അതിനനുസരിച്ച് വൈകുകയാണ്. അത് ഏർലിയർ സ്റ്റേജിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ അല്ലെങ്കിൽ പൂർണ്ണമായും തന്നെ ഇത് മാറ്റാനുള്ളൊരു ഓപ്ഷൻ വേറെ പല അസുഖത്തിനെ പോലെയല്ല ക്യാൻസർ എന്ന അസുഖം. നിങ്ങളതിൻ്റെ കോശങ്ങളുടെ എണ്ണവും തോതും അനുസരിച്ചാണ് അതിൻ്റെ സ്റ്റേജ് പറയുന്നത്. ഏർലി സ്റ്റേജിൽ മാത്രമേ വേണത് ക്യൂറബിൾ ആവുന്നുള്ളൂ. നിങ്ങൾ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 വരുമ്പോൾ ക്യൂറബിൾ എന്നുള്ള ഓപ്ഷനിലൂടെ ചികിത്സിക്കാം. പക്ഷേ സ്റ്റേജ് 4 എത്തിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എയിം ഈസ് പ്രൊളോങ്ങേഷൻ ഓഫ് ലൈഫ് മാത്രമാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ലൈഫ് കൊടുക്കുക എന്നാണ്. അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ക്യാൻസർ എന്ന അസുഖത്തിൻ്റെ ഏറ്റവും വലിയ മോട്ടീവ്. കണ്ടുപിടിച്ചാൽ അത് ക്യൂറബിളാണ്. ഇറ്റ് മീൻസ് ഇറ്റ്സ് എ യെസ് ഓർ നോ ആണ്. നിങ്ങൾക്കൊരു ലൈഫ് കിട്ടുന്നു, ഒരു ലൈഫ് കിട്ടാൻ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് ഏർലി ഡിറ്റക്ഷൻ ഈസ് എനി ക്യാൻസർ ക്യാമ്പുകൾ പോയാലും ഇനി ക്യാൻസറിൻ്റെ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങളിലൂടെ അത് എത്തിപ്പെടുക. പല ക്യാൻസറും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ പാങ്ക്രിയാറ്റിക് ക്യാൻസർ ഉണ്ട്. നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും 10% ആൾക്കാർ നേരത്തെ ഏർലി സ്റ്റേജിൽ വരുന്നുള്ളൂ. 90% ആൾക്കാരും അഡ്വാൻസ് സ്റ്റേജിലാണ് വരുന്നത്. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രവീൺ എന്ന് പറയുന്നൊരു കോളറാണ് വെയിറ്റ് ചെയ്യുന്നത്. പ്രവീൺ, ഡോക്ടർ ഗംഗാധരൻ ഡോക്ടർ ഇവിടെ ഉണ്ട്, ചോദിക്കാം. സാറേ, ഞാനൊരു കാര്യം പറഞ്ഞ, എൻ്റെ അമ്മയ്ക്ക് ഒരു ക്യാൻസറിന്റെ ഒരു അസുഖം വന്നേ. പറയൂ. അത് നമ്മുടെ ഈ വിക്സ് മുട്ടായി ഹാൾസ് ഇല്ല, വിക്സിന്റെ ഹാൾസ് പറയൂ. ഹാൾസ് മുട്ടായി കഴിച്ചിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ വായിലൊരു നാവിലിങ്ങനെ നോക്കിയപ്പോ ക്യാൻസർ രോഗമാണെന്ന് പറഞ്ഞു. അപ്പൊ RCC വന്നിട്ട് ഇപ്പോ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സർജറി കഴിഞ്ഞു. ഇപ്പൊ റേഡിയേഷൻ വന്നിരിക്കുകയാണ് RCCയിൽ. അപ്പൊ അത് അമ്മയ്ക്ക് ക്ഷീണം ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിട്ട്. എന്ത് ക്യാൻസർ ആണ് വന്നിട്ടുള്ളത്? നാവില് ഈ മുട്ടായി കഴിച്ചതിന്റെ ഒരു റൗണ്ടിൽ വന്നത് ഗർഭാശയമുള്ള ക്യാൻസർ ആയിരിക്കണം പറയുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ മിഠായി കഴിച്ചുകൊണ്ട് വിക്സ് മിഠായി കഴിച്ചാൽ അങ്ങനെ ക്യാൻസർ വരില്ല. വേറൊരു കാര്യം, അതിന് റേഡിയേഷൻ ചികിത്സയാണ് മെയിൻ ട്രീറ്റ്മെൻറ്റാണ്. അതൊരു പ്രധാനമായ ചികിത്സയാണ്. റേഡിയേഷൻ ചികിത്സ ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ വളരെ സിമ്പിളാണ്. കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറില്ല. കാര്യമായ കോംപ്ലിക്കേഷനോ പാർശ്വഫലങ്ങളോ ഉണ്ടാവാത്ത ചികിത്സയാണ്. ഒരിക്കലും അത് പേടിക്കേണ്ടതില്ല. അല്ല, ഗുളിക ഈ മുട്ടായി കഴിച്ചിട്ടാണ് വന്നതെന്നാണ് എനിക്കൊരു ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞത്. ഈ വിക്സ് മുട്ടായി കഴിച്ചു ഞാൻ ആദ്യം കേൾക്കുകയാണ്. വിക്സ് മുട്ടായി വെച്ച് ക്യാൻസർ ഉള്ളതായിട്ട് ഞാൻ ആദ്യമായി കേൾക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാവാറില്ല. ടൈം പാസിന് ഒരു 10 എണ്ണമൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഒരിക്കലും വിക്സ് മിഠായി കൊണ്ട് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ചില ആളുകൾക്ക് ചില കാര്യങ്ങളിലുള്ള റേഡിയേഷൻ ചികിത്സ ഇന്ന് നൂതനമായ വൈദ്യശാസ്ത്രത്തിന്റെ ഗവേഷണ ഭാഗമായിട്ട് കാര്യമായ പാർശ്വഫലങ്ങൾ ഉണ്ടാവാറില്ല. ചെറിയ പാർശ്വഫലങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ മേജറായ പാർശ്വഫലങ്ങൾ ഉണ്ടാവാറില്ല. അതിന് റേഡിയേഷൻ ചികിത്സനായ കുറെ കോംപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷേ ഇന്ന് അതിനുള്ള പലതിലും ഇന്ന് കോംപ്ലിക്കേഷൻസ് കുറവാണ്. പാലക്കാട് നിന്നുള്ളൊരു കോളറാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത്. മുകേഷ് എന്നാണ് പേര്. മുകേഷ്, ഡോക്ടറോട് നേരിട്ട് ചോദിക്കാം. ഹലോ, പറയൂ സാറേ. ഞാൻ പാലക്കാടാണ്, മുകേഷ്. എന്റെ അച്ഛനും അമ്മയ്ക്കും ക്യാൻസറാ. അപ്പൊ അച്ഛൻ മരിച്ചു ഒരു 8-10 കൊല്ലമായി. അപ്പോ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളായിരുന്നു. ഏത് ടൈപ്പ് ക്യാൻസർ ആയിരുന്നു ഉണ്ടായിരുന്നത്? അച്ഛനും അമ്മയ്ക്കും ലങ്സിലായിരുന്നു, അമ്മയ്ക്ക് യൂട്രൈൻ ക്യാൻസർ ആണ്. എത്ര വയസ്സിലാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്? അച്ഛന് ഏകദേശം ഒരു 10-70 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. അമ്മയ്ക്ക് ഒരു 48, 40, 45, 47. ഭയങ്കര ഏജ് ഡിഫറൻസ് ഉണ്ട് ഇവര്. അമ്മയുടെ സിസ്റ്റേഴ്സിനോ ബ്രദേഴ്സിനോ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എന്റെ അറിവിലില്ല. അച്ഛന്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനോ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ
ഈ രണ്ടുപേരും ക്യാൻസർ ഉണ്ടെങ്കിലും അത് ജനിതക മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ആവണ സാധ്യത കുറവാണ്. ഫാമിലി ആയിട്ടുള്ള ജനിതക മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഒന്ന് അച്ഛൻ വേറൊരു ഫാമിലി ഒന്നാണ്, അമ്മ വേറെ ഫാമിലിയിലാണ്. അവരുടെ സിസ്റ്റേഴ്സിനൊന്നും വേറെ ക്യാൻസർ ഉണ്ടായിട്ടില്ലെങ്കിൽ സാധ്യത കുറവാണ്. സ്പെസിഫിക് ആയ ജീൻ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാലും അവർ ആരെയും പുകവലിക്കുന്ന ആൾക്കാരായിരുന്നോ? അച്ഛൻ പുകവലിക്കായിരുന്നു. പിന്നെ അമ്മ ഈ മുറുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പുകയിൽ യൂസ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവും. അത് രണ്ടുമാണ് നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പിന്നെ കുറച്ച് അലർട്ടായിരിക്കാം. നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ രണ്ടുപേരും ക്യാൻസർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗർഭാശയങ്ങളുടെ ക്യാൻസറൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഇന്ന് പല മാർഗ്ഗങ്ങളുണ്ട്. 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും സാധാരണ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അതിനുള്ള സിമ്പിൾ ടെസ്റ്റുകളായ പാപ്സ്മിയർ എടുത്ത് നോക്കാം. അത് മീൻസ് ഇതിപ്പോ സാറ് പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് തുടരുമോ? അതാണ് നിങ്ങളതിൽ സാധ്യത കുറവാണ്. ഇല്ല, നമ്മള് ഈ പുകവലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. സഭ വളരെ 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 കുറവാണ്. കുറവാണല്ലേ? അപ്പൊ അങ്ങനെ കുറെ പേര് പേടിക്കണ്ടല്ലേ? ഓക്കെ. എന്നാലും നിങ്ങൾ എന്തെങ്കിലും ലക്ഷണം കാണാൻ ഡോക്ടറെ കാണിക്കണം. ക്യാൻസർ ഉണ്ടായത് ഇങ്ങനെ ഒരു ഈ ഹിസ്റ്ററി കേട്ടിട്ട് ക്യാൻസർ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇല്ല, പിന്നെ ഇപ്പൊ അതുമല്ല, ഇപ്പൊ മൂന്നാമത്തെ ടേൺ ഇപ്പൊ റേഡിയേഷൻ കീമോതെറാപ്പി കഴിഞ്ഞു അമ്മയ്ക്ക് ഈ 10 കൊല്ലത്തിനിടയിൽ. അപ്പൊ ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സാധ്യതയുണ്ട്. ബിക്കോസ് എന്താ ഈ ക്യാൻസറിന്റെ പ്രശ്നം വെച്ചാൽ പലപ്പോഴും ക്യാൻസർ ചികിത്സ കഴിഞ്ഞാലും ഒരു 40% ആൾക്കാർക്ക് രണ്ടാമത് മടങ്ങി വരും. യൂട്രസ് റിമൂവ് ചെയ്ത് നമ്മൾ ഈ കുടലിൽ കയറി പിടിച്ചു പറയും. കറക്റ്റ്. കുടലില് ഇപ്പൊ നിലനിൽക്കുന്ന കുടലിലും വയറിലാണ്. അപ്പോ നമ്മൾ ഇടയ്ക്ക് പോയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിടക്കുന്നത് പോയിട്ട് രക്തം കൗണ്ട് അണുക്കളെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അണുക്കളെ വീടറിഞ്ഞിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് കയറി പോകുന്നത്. ശരിയാണ്. 40% ആൾക്കാരിൽ ചികിത്സ കഴിഞ്ഞ് ഫോളോ അപ്പ് എടുക്കുമ്പോൾ മടങ്ങി വരാൻ സാധ്യതയുണ്ട്. അവർ രണ്ടാമതും ചികിത്സിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യാനുള്ളത്. അത് സാറേ, ഇത് അണുക്കൾ കൂടാതിരിക്കാൻ വല്ല മാർഗം അങ്ങനെ എന്തെങ്കിലും? ഈ ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞാൽ പ്രോട്ടോകോൾ ബേസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ ഓരോ ക്യാൻസറിനും അതിന്റെ സ്റ്റേജ് പ്രകാരം പ്രത്യേകമായ പ്രോട്ടോകോൾ ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് സർജറി ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, കീമോതെറാപ്പി പ്രോട്ടോകോൾ ഉണ്ട്. സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി കീമോതെറാപ്പി മാത്രമാണ് ഇപ്പോൾ 3 ട്രൈ കഴിഞ്ഞത്. അത് കീമോതെറാപ്പിയാണ്. പിന്നെ നെക്സ്റ്റ് ചികിത്സ വരുന്നത് രണ്ടാമത് സർജറി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് രണ്ടാമത് കീമോതെറാപ്പി പ്രിഫർ ചെയ്യുന്നത്. അസുഖം കുറച്ച് സ്പ്രെഡ് ആയി എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ കീമോതെറാപ്പിയിൽ ആളുടെ ശരീരം ബോഡി നല്ല വീക്കായി, ഹെൽത്ത് നല്ല വീക്കായി പോയി. എന്നാലും നിങ്ങൾ പറഞ്ഞ പ്രകാരം ഒരു ആൾമോസ്റ്റ് എത്ര കൊല്ലമായി തുടങ്ങിയിട്ട്? ഇപ്പൊ 2008 തുടങ്ങിയതാ. 10 കൊല്ലത്തെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അത് രണ്ടാമതും ചികിത്സ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 3 മാസം കൂടുമ്പോ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക്സ്. ഒരു കോളറും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അവർ. അഞ്ജു ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. അഞ്ജു, സംശയം ചോദിക്കാം. അപ്പൊ അച്ഛനിപ്പോ ആർസിസിലെ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. പറയൂ. ട്യൂബിന്റെ അറ്റത്തായിരുന്നു ഈ ട്യൂമർ ഉണ്ടായിരുന്നത്. അപ്പൊ എവിടെയായിരുന്നു ട്യൂമർ ഉണ്ടായിരുന്നത്? ട്യൂബിന്റെ അറ്റത്തായിരുന്നു. ബ്ലാഡറിന്റെയും ട്യൂബിന്റെയും കൂടി നടുക്കായിരുന്നു ഡോക്ടർ പറഞ്ഞത്. ബ്ലാഡർ ക്യാൻസർ ആയിരുന്നോ? അത് തന്നെ. അപ്പൊ ബ്ലാഡറിന്റെ പകുതി എടുത്തു, ഓപ്പറേഷൻ ചെയ്തു. പറയൂ. അപ്പൊ ഇപ്പൊ അച്ഛൻ സർജറി കഴിഞ്ഞു, ഇപ്പൊ 2 കീമോ കഴിഞ്ഞു. പറയട്ടെ. അപ്പൊ ഡോക്ടർ, എന്റെ ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീമോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻസിന് മലബന്ധം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? കോമൺ ആയിട്ടുള്ള കംപ്ലൈന്റ് ആണ്. പലപ്പോഴും കീമോ എടുക്കുമ്പോഴും കീമോ കഴിഞ്ഞ ശേഷവും അത് കഴിഞ്ഞും ഈ മലം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഒരു സാധാരണ കംപ്ലൈന്റ് ആണ്. സാധാരണ മലം പോകാനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുക ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ ആർസിസിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോ അവര് അടുത്തുള്ള ഏതെങ്കിലും ഫിസിഷ്യനെ കാണിക്കാനാ പറഞ്ഞത്. ശരിയാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ കീമോ എടുക്കുമ്പോൾ അതിന്റെ മരുന്നിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മലം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതിനുള്ള നമ്മൾ സാധാരണ അതിനുള്ള മലം പോകാനുള്ള ലാക്സേറ്റീവായ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. ലാക്സേറ്റീവ് എഴുതി കൊടുക്കും. അതിനെന്തെങ്കിലും പ്രത്യേകം ഫുഡ് കഴിക്കണം അങ്ങനെ വല്ലതും ഉണ്ടോ? സാധാരണ കീമോ എടുക്കുമ്പോൾ ഏറ്റവും ഹൈജീനിക് ഫുഡാണ് വേണ്ടത്. ദർ ഇസ് നോ സ്പെസിഫിക് ഫുഡ്. ഹൈജീനിക് ആയിരിക്കണം. ഇന്ന് തന്നെ ഇപ്പോൾ ഡെയിലി സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ക്ലീൻ ഫുഡാണ് ഉദ്ദേശിക്കുന്നത്. ഈ മറ്റേ ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? സാധാരണഗതിയിൽ ആദ്യത്തെ ഫസ്റ്റ് വീക്കിലെ ഫ്രൂട്ട്സ് എല്ലാം ഒഴിവാക്കാൻ പറയും. ബിക്കോസ് ഫ്രൂട്ട്സ് വഴി നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ടും പലപ്പോഴും അത് ആദ്യത്തെ ഫസ്റ്റ് വീക്ക് കൊടുക്കാൻ അഡ്വൈസ് ചെയ്യാറില്ല. വൺസ് ഒരാഴ്ച കഴിഞ്ഞ് കൗണ്ടെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ടുള്ള, അത് ഹൈജീനാണ് ഇമ്പോർട്ടൻറ്റ്. കീമോ എടുക്കുമ്പോൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് അതിൻ്റെ സേഫ്റ്റി ആൻഡ് ഹൈജീനാണ്. നിങ്ങൾക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രഷ്ലി കുക്ക്ഡായ ഫുഡാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ. ആ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ ഡോക്ടർ. താങ്ക് യു. പലതരത്തിലുള്ള സംശയങ്ങളാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. പലപ്പോഴും ആരോഗ്യമേഖലയുടെ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും. എന്തായാലും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്കെല്ലാം എത്താം. ഡോക്ടർ, അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. ഓങ്കോളജിസ്റ്റ് ഡോക്ടർ KV ഗംഗാധരനാണ് ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ ഡോക്ടറിലുള്ളത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഇപ്പോൾ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സിദ്ദിഖ് പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. സിദ്ദിഖ് ചോദിക്കാം. സിദ്ദിഖ് കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഡോക്ടർ, എല്ലാവരും ഈ ഓങ്കോളജി റിലേറ്റഡ് അസുഖത്തിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ നമ്മളൊരു കോളർ വരും ചോദിച്ചു, എത്രത്തോളം ജനറ്റിക്കൽ സാധ്യതകൾ ഇതിലുണ്ട്, പരമ്പരാഗതമായി വരാനുള്ളൊരു സാധ്യത? പാരമ്പര്യമായി പറഞ്ഞാൽ 5%, 5% ക്യാൻസർ പാരമ്പര്യമായി ബന്ധപ്പെട്ടതാണ്. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് സ്തനാർബുദത്തിൽ, ഓവറിയൻ ക്യാൻസർ, വൻകുടലിലെ ക്യാൻസറുകൾ. ഈ 3 ക്യാൻസറിലാണ് ഏറ്റവും കൂടുതൽ പാരമ്പര്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത് തന്നെ 5% ക്യാൻസറിലേ കാണുന്നുള്ളൂ. എന്ന് വെച്ചാൽ 5% ക്യാൻസറുകളിൽ മാത്രമേയാണ് പാരമ്പര്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇപ്പോൾ പ്രചരിക്കുന്ന അത്രയും ആശങ്കാകാര്യത്തിൽ 95% അങ്ങനെയല്ല. പാരമ്പര്യമായി വരുന്ന ക്യാൻസർ എപ്പോഴും ഏർലി ഏജിൽ വരും. 35-40 വരുന്നു. പല ക്യാൻസർ ഒരാൾക്കിനെ വരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നു, 2 കൊല്ലം കഴിഞ്ഞ് ഓവറിയൻ ക്യാൻസർ വരുന്നു, അല്ലെങ്കിൽ ഓവറിയൻ ക്യാൻസർ സ്റ്റാർട്ട് ചെയ്യുന്നു, ആ ആൾക്കിനെ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നു, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ബ്രസ്റ്റിൽ വരുന്നു, കുറച്ച് കഴിഞ്ഞാൽ ഇടത്ത് ഭാഗത്ത് വരുന്നു, യങ് ഏജിലുണ്ടാവുന്നു. അവർ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കും ഉണ്ടാവും. അമ്മയ്ക്ക് ഉണ്ടാവാം, സിസ്റ്റർക്ക് ഉണ്ടാവാം. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഫാമിലി മെമ്പേഴ്സിന് അസുഖം വന്നിട്ടുണ്ടായിരിക്കും. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഉഷ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഉഷ, ചോദിക്കാം. ഹലോ പറയൂ സാർ. ഞാൻ തൃശ്ശൂരിൽ നിന്നല്ല. ഞാനേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയ്ക്കും ക്യാൻസർ ആയിരുന്നു. അച്ഛൻ ക്യാൻസർ വൻകുടലിലായിരുന്നു. സർജറി കഴിഞ്ഞ് അച്ഛൻ മരിച്ചു. അപ്പം അമ്മയ്ക്ക് ഇപ്പം 85 വയസ്സുണ്ട്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറായിട്ട് സർജറി ഒക്കെ കഴിഞ്ഞു. പക്ഷേ തുടർന്ന് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല. അച്ഛന് എത്ര വയസ്സായിരുന്നു ക്യാൻസർ ആയിരുന്ന അച്ഛന് സമയത്ത്? 69 വയസ്സിലാണ് വന്നത്. കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് മരിച്ചു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 12 വർഷമായി. നിങ്ങളുടെ സംശയം പാരമ്പര്യമായിട്ട് ക്യാൻസർ ഉണ്ടോ എന്നായിരിക്കും. അതെന്ന് വെച്ചാൽ അച്ഛൻ്റെ പെങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അച്ഛനും പെങ്ങൾക്ക്? ഏത് എൻ്റെ ക്യാൻസർ പെങ്ങൾക്ക് യൂട്രസ്. എത്ര വയസ്സിൽ വന്നു? അത് അച്ഛന് ഏജ് ഓവറായിട്ടാ. 70 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്. ഒരു 70 കഴിഞ്ഞിട്ടുണ്ടാകുന്ന ക്യാൻസറിന് ഒരിക്കലും പാരമ്പര്യമായിരിക്കില്ല. 70 വയസ്സ് കഴിഞ്ഞാലും 65 വയസ്സ് വരുന്ന ക്യാൻസർ പാരമ്പര്യമായി വരുന്ന ക്യാൻസർ ആവില്ല. അതൊരിക്കലും ഒരു നാച്ചുറലായിട്ടുണ്ടാകുന്ന ഒരാൾക്കുണ്ടാകുന്ന നാച്ചുറലായ അസുഖത്തിൻ്റെ ഭാഗമാണ്. സാധാരണഗതിയിൽ പാരമ്പര്യമായ ക്യാൻസർ ഉണ്ടാകുന്ന ആ ഫാമിലിയിൽ എപ്പോഴും പല ആൾക്കും ഉണ്ടാവും. യൂഷ്വലി ലെസ് ദാൻ 45 ആയിരിക്കും. 45 വയസ്സ് താഴെ തന്നെ പല ആൾക്കും ക്യാൻസർ വരുമ്പോഴാണ് പാരമ്പര്യമായി ചിന്തിക്കേണ്ടത്. എന്നാലും ഏതൊരു വ്യക്തിയും എപ്പോഴും എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ, സ്ഥിരമായി കാണുകയാണെങ്കിൽ എപ്പോഴും ഏറ്റവും അടുത്ത ഡോക്ടറെ കാണിച്ച് അതിനുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കണം. എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലില്ല. ആൾക്ക് ഏതൊക്കെ മലബന്ധം പറയുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര വിഷമം എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കണം എന്തായാലും. അത് ബിക്കോസ് കാണിച്ച് അതിനുള്ള അത്യാവശ്യമായ ടെസ്റ്റ് ചെയ്ത് നോക്കുക, അസുഖം ഉണ്ടോ എന്ന് നോക്കുക. അതൊരു നോർമൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ക്യാൻസർ ഒന്നും ആവില്ല, വേറെ പല കാരണം കൊണ്ട് സംഭവിക്കാവുന്നതാണ്. ആള് പുറത്താണ്. അത് കാരണം കൊണ്ട് ആൾക്ക് ടെൻഷനായിട്ട്. അവിടെ നമുക്ക് എല്ലാ നാട്ടിലും സൗകര്യമുണ്ട്. ഒരു കൊളോണോസ്കോപ്പി എടുത്ത് നോക്കാനോ സർജനെ കാണിക്കാനോ സൗകര്യം എല്ലായിടത്തും ഉണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല അതിന്. താങ്ക് യു സർ. തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു കോളറും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബിനിഷ, ചോദിക്കാം. ബിനിഷ ചോദിച്ചോളൂ, ഡോക്ടർ ഇവിടെയുണ്ട്. പാരമ്പര്യമായിട്ട് ഇതാ വരാൻ സാധ്യത ഉണ്ടോ? പാരമ്പര്യമായി ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ലെസ് ദാൻ 5%, 5% താഴെയേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് കാര്യമായിട്ട് കാണുന്നത് സ്തനാർബുദത്തിലെ, ഓവറിയൻ ക്യാൻസറിലെ, വൻകുടലിലെ ക്യാൻസറിലാണ് കാണുന്നത്. ഈ 3 ക്യാൻസറിലുമാണ് അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ പാരമ്പര്യമായി കാണുകയാണെങ്കിൽ സാധാരണ ഉണ്ടാകുന്നത് ചെറുപ്പകാലത്തുകളിൽ ലെസ് ദാൻ 45 ആയിരിക്കും. ആ ഫാമിലിയിൽ മൾട്ടിപ്പിൾ ഫാമിലി മെമ്പേഴ്സിന് സെയിം അസുഖങ്ങൾ ഉണ്ടായിരിക്കും. അമ്മയ്ക്ക് ലെൻസിലുണ്ടായിരുന്നു. 68 വയസ്സായപ്പോഴാണ് അറിഞ്ഞത്. ഓക്കെ, പറയൂ. ഇപ്പം മരണപ്പെട്ടു പോയി. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ലങ് ക്യാൻസർ അങ്ങനെ പാരമ്പര്യമായി കാണാൻ സാധ്യത വളരെ കുറവാണ്. യൂഷ്വലി ലങ് ക്യാൻസറിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിലാർക്കെങ്കിലും പുകവലിക്കുമ്പോൾ, പുകവലിയാണ് പ്രധാന കാരണം. യൂഷ്വലി 85% കാരണം പുകവലിയാണ്. അത് ആരെങ്കിലും ഒരാൾ വലിച്ചാൽ മതി. അച്ഛനോ മകനോ മക്കളോ ആരെങ്കിലും പുകവലിച്ചാൽ തന്നെ ഫാമിലിയിൽ ഹസ്ബൻഡ് വലിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ നോക്കുക. പിന്നെ എയർ പൊള്യൂഷൻ കാരണമാണ്.
എനി ഇൻഡോർ എക്സ്പോഷർ ഓഫ് പൊള്യൂഷൻ എസ്പെഷ്യലി എയർ പൊള്യൂഷൻ പ്രധാനപ്പെട്ട കാരണമാണ്. അതേപോലെ തന്നെ ഹെവി കെമിക്കൽസ് ഒക്കുപേഷണൽ എക്സ്പോഷറായിട്ട് വരാൻ കാഡ്മിയം, നിക്കൽ, ആസ്പെറ്റോസ് ഒക്കെ എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ ലങ് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വറീഡാവേണ്ട ആവശ്യമില്ല. തിരുവനന്തപുരത്ത് നിന്നുള്ള ബിനു വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബിനു, എന്താണ് സംശയം? ഡോക്ടറോട് ചോദിക്കാം. സാറേ, വേറൊന്നുമില്ല. ഇത് അപ്പച്ചനും ഉണ്ടായിരുന്നു. അപ്പച്ചന് ഒക്കെ അവർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനി പപ്പയ്ക്ക് എന്തെങ്കിലും ആയിട്ട് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. അപ്പച്ചന് എത്ര വയസ്സിലാണ് ഉണ്ടായത്? അപ്പച്ചന് വന്നിട്ട് ഒരു 43 വയസ്സ്. എന്ത് ക്യാൻസർ ആയിരുന്നു ഉണ്ടായത്? അത് ലിവറിനാണ്. ഓക്കെ. ലിവർ ക്യാൻസർ എപ്പോഴും പ്രധാനമായ കാരണം പറയുന്നത് ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ, ഹെപ്പറ്റൈറ്റിസ് സി ഇൻഫെക്ഷൻ, അതേപോലെ തന്നെ ക്രോണിക് ആൽക്കഹോളിസം. ഇതുപോലെ 3 പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ബാക്കി പല കാരണങ്ങളുണ്ട്. പക്ഷേ നമുക്ക് തടയാൻ പറ്റുന്ന കാരണങ്ങൾ ഈ 3 അതുകൊണ്ട് എപ്പോഴും ആൽക്കഹോളിസം ഉണ്ടെങ്കിൽ അവരെന്തായാലും അത് ഒഴിവാക്കണം. ആൽക്കഹോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കണ്ടിന്യൂ ആയിട്ട് നടത്താൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അത് നമ്മൾ ഒഴിവാക്കിയെടുക്കണം. ബിക്കോസ് ഇങ്ങനെ ഹിസ്റ്ററി ഉള്ള സ്ഥിതിക്ക് എന്തായാലും അത് ഒഴിവാക്കണം. അതിന്റെ ഒരു കാരണമാണോ സാർ ലിവർ ആദ്യം ആൽക്കഹോളിസിന്റെ ഭാഗമായിട്ട് സിറോസിസ് വരും. സിറോസിസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ലിവറിന്റെ ഒരു ക്യാൻസറായി മാറുന്നത്. ഈ ചുക്കയൊക്കെ ചോദിക്കുന്നതിലും ഉണ്ടാവും? ഒരിക്കലും ചുക്കയെ വെച്ചിട്ടൊന്നും ക്യാൻസർ ഉണ്ടാവില്ല. ബേസിക്കലി നമ്മളത് ചിന്തിക്കേണ്ടത് വെച്ചാൽ ഒരു ക്രോണിക് പ്രോസസ്സ്. നമ്മൾ ആൽക്കഹോളിസം കഴിഞ്ഞു, സിറോസിസ് ആയി, കോശങ്ങൾ വരുന്നു, നശിച്ചു പോകുന്നു, നശിച്ചു പോകുന്നു. ആ കോശങ്ങളുണ്ടായ സെൽ ഡിവിഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ജനിതക മാറ്റമാണ് ക്യാൻസറിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഈ ബേസിക് ഒരു കോസ് ഉണ്ട്. ആ കോസിന്റെ ഭാഗമായ ഒരു കോംപ്ലിക്കേഷനാണ് ലിവർ ക്യാൻസർ. അപ്പൊ ബ്ലഡ് ഉമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസറിന് ആരംഭമാണെന്നില്ല. സിറോസിന്റെ ബേസിക്കൽ സിറോസിന്റെ ഭാഗമാണ് ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ. അന്ന് ഇന്ന് നമ്മൾ നിർത്തിയാലും അത് ക്യാൻസർ ഉണ്ടാകാൻ വഴിയില്ല. ആൽക്കഹോളിസം നിർത്താൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെയ്യാൻ നല്ല കാര്യമാണല്ലോ. പത്തനംതിട്ടയിൽ നിന്നുള്ള റജീബിന്റെ സംശയമാണ് അടുത്തത്. റജീബ്, ചോദിക്കാം. ചോദിച്ചോളൂ. റജി, കേൾക്കാവോ? ഹലോ ഡോക്ടറെ. പറയൂ. ഹലോ, പറയൂ. ഞാനേ കോഴഞ്ചേരിന്നാ വിളിക്കണ്ടേ. ഹലോ, വിളിക്കുന്നത് നമ്മുടെ ഈ ആയുർവേദിക് മെഡിസിനെ കുറിച്ച്. കേൾക്കാം. ആയുർവേദ മെഡിസിനെ. പറയൂ. ആയുർവേദ മെഡിസിൻ ഡോക്ടറോട് ചോദിക്കാൻ പാടില്ല, എന്നാലും ഞാൻ ചോദിക്കുക. കാരണം ഈ ലക്ഷ്മി തരൂറിനും ലക്ഷ്മി തരൂര് പിന്നെ ഈ മുള്ളാത്ത എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ മനുഷ്യരെല്ലായിടത്തും വിൽക്കുന്നുണ്ട്. ക്യാൻസറിന് എതിരായിട്ട് ഉള്ള മരുന്നുകളാണെന്ന്. അതിനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരാമോ? ഈ രണ്ട് ചെടികൾ പറയുന്ന കാര്യങ്ങളൊന്നും ക്യാൻസറിനെ തടഞ്ഞു നിർത്തില്ല. ഇത് രണ്ടും ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ഉണ്ടാവാറില്ല. രണ്ടും ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നില്ല. ഒരുപാട് തെറ്റിദ്ധാരണ ഉള്ളൊരു മേഖല കൂടിയാണ് ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത്. വലിയ തോതിൽ ആളുകളെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ വേറൊരു ഘടകം കൂടിയാണ്. അത്തരം കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. പലപ്പോഴും ഡോക്ടറെ പോലുള്ള ആളുകളുടെ അടുത്തേക്ക് എത്തുന്ന കേസുകൾ വളരെ ലേറ്റ് ആയിട്ട് എത്തുന്നുണ്ട്. പലപ്പോഴും 30% ക്യാൻസർ എങ്ങനെയാണ് വരുന്നത്? ബിക്കോസ് ദേ വിൽ ഗോ ടു വേരിയസ് പ്ലേസസ്. പലപ്പോഴും അവർ മിഥ്യാധാരണയോടെ എത്തിപ്പെടുന്നതാണ്. ഇപ്പോൾ മുള്ളാത്ത കഴിച്ചിട്ട് ക്യാൻസർ മാറുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. ഒരു രോഗി ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ട് 2 കൊല്ലമായിട്ട് മുള്ളാത്ത കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് സമൂഹത്തിലുണ്ടാകുന്ന മീഡിയയിൽ, ഡിജിറ്റൽ മീഡിയ വഴി പലപ്പോഴും പല കാര്യങ്ങളും സ്പ്രെഡായി പോകുന്നു. പലപ്പോഴും സ്പ്രെഡായി അതിലേക്ക് ആൾക്കാർ എത്തിപ്പെടുന്നു. ബിക്കോസ് ദേ വാണ്ട് ലെസ് ഒന്നുമില്ല, മുള്ളാത്ത കഴിച്ചുകൊണ്ടിരുന്നാൽ മതി, ക്യാൻസർ മാറുന്നുള്ള ഫീലിംഗ് അവർക്ക് ഉണ്ടാകുന്നു. കുറേ കഴിഞ്ഞാണ് രോഗി വരുന്നത്. അപ്പോൾ അത് അസുഖം കുറേയധികം വലുതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ വളരെ ജെന്വൻ മെസ്സേജ് പുറത്തേക്ക് അറിയിക്കാൻ പാടുള്ളൂ. ബിക്കോസ് ഡിജിറ്റൽ മീഡിയ എപ്പോഴും വളരെ കെയർഫുൾ ആയിട്ടൊരു സമയമാണ്. കൊടുക്കുന്ന മെസ്സേജ് ഒരു ജെന്വൻ ആണോ, എവിഡൻസ് ഉണ്ടോ, തെളിവുകളുണ്ടോ, അത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തെളിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ പുറത്തേക്ക് കൊടുക്കാൻ പാടുള്ളൂ. പെരുമ്പാവൂരിൽ നിന്നുള്ളൊരു കോളർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആസിഫയാണ് ലൈനിലുള്ളത്. ആസിഫ, ചോദിക്കാം. ഹലോ ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറയൂ. അതെ, ഞാൻ എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും ഇങ്ങനെ ക്യാൻസർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഉമ്മയും മരിച്ചു, വാപ്പായും മരിച്ചു. അതിനുശേഷം എൻ്റെ ഇളയ മോൻ 36 വയസ്സായ മോനിക്ക് ഇതുവരെ ക്യാൻസർ വന്നു. അവനും 8 മാസം കൊണ്ട് അവൻ മരിച്ചു. അതുകൊണ്ട് പാരമ്പര്യമായിട്ടുണ്ടാവും.
ശരിയാണ്, നിങ്ങൾ പറഞ്ഞൊരു എന്തോ പാരമ്പര്യമുണ്ട്. ബിക്കോസ് ഉമ്മയ്ക്ക് ഫാദറിന് വന്നു, മദറിന് വന്നു, മോന് വന്നു എന്ന് പറഞ്ഞാൽ പാരമ്പര്യമുണ്ട് അതിൽ. ഉണ്ടല്ലേ? എത്ര മോന് എത്ര ഏത് വയസ്സിലാണ് വന്നത്? ഏത് ക്യാൻസർ ആയിരുന്നു? മോന് വന്നത് 36-ാമത്തെ വയസ്സിലാണ് വന്നത്. എന്ത് ക്യാൻസർ ആയിരുന്നു? അതിന് ലിവറിലായിരുന്നു. ഫാദറിനും മദറിനോ? ഫാദറിന് ഉണ്ടായിരുന്നത് ആമാശയത്തിലായിരുന്നു. മദറിന് മദറിന് തൊണ്ടയില്. രണ്ടും വേറെ വേറെ പല ഭാഗങ്ങളുണ്ടായ ക്യാൻസറാണ്. എന്നാലും നിങ്ങളുടെ ഫാമിലിയിൽ എപ്പോഴും അലർട്ടായിരിക്കണം. നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫാമിലിയാണ് മനസ്സിലാവുന്നത്. അലർട്ടായി നിൽക്കണം. 36 വയസ്സിൽ എന്ത് അസുഖം വന്നാലും ഒരു ജനറ്റിക് പ്രിഡിസ്പോഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമ്പോൾ ഡോക്ടറെ കാണിക്കണം, പോകണം. അപ്പൊ അവന്റെ ഭാര്യയും 2 പിള്ളേരും ഉണ്ട്. അവർ പേടിക്കാതിരിക്കാം. അത് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ നാച്ചുറലി അവരെപ്പോഴും എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുക, ഡോക്ടറെ കാണിക്കുക, നോക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും ക്യാൻസർ സ്പ്രെഡ് ചെയ്യില്ല. പലപ്പോഴും സമൂഹത്തിലെ വേറെ മിഥ്യാധാരണയാണ് ക്യാൻസർ എന്ന അസുഖം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. ക്യാൻസർ എന്ന അസുഖം ഒരിക്കലും സ്പ്രെഡ് ചെയ്യില്ല. അതുകൊണ്ട് ഒരു ക്യാൻസർ വന്ന് മരിച്ചിട്ട് അയാളുടെ വൈഫിനൊന്നും ക്യാൻസർ കിട്ടിയിട്ടുണ്ടാവില്ല. 2 പിള്ളേരും ഉണ്ട്. അവർക്ക് ക്യാൻസർ സ്പ്രെഡ് ചെയ്യില്ല, ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് പേടിയായതുകൊണ്ട് ചോദിച്ചതാ. പേടിക്കണ്ട. ഓക്കെ, നമസ്കാരം സാർ. നമ്മുടെ ഡോക്ടറിൽ ഇന്ന് അർബുദ രോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ആളുകൾ വിളിച്ചത്. അർബുദ രോഗം വരാതിരിക്കാൻ നേരത്തെ തിരിച്ചറിയാൻ എന്താണ് ചെയ്യേണ്ടത്, വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ചികിത്സകൾ തുടരണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ KV ഗംഗാധരൻ നമ്മളോട് സംസാരിച്ചത്. ഏതായാലും സർ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് സർ എത്തിയത്. ഏതായാലും ഈ ഇത്രയും ആളുകൾക്ക് അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന്, രോഗത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി പറഞ്ഞതിന് വളരെയധികം നന്ദി.